Willy White toothpaste. Marakanda, brush before bed with Willy White toothpaste. സർ ശരിക്കും ഒരു അസിസ്റ്റന്റ് ഡയറക്ടറിൽ നിന്ന് ഡയറക്ടറിലേക്ക് വരാൻ ഒരു സ്ട്രഗിൾ ഇല്ലേ? സ്ട്രഗിളും ഒരു ഉണ്ട്, പ്രൊഡ്യൂസർ, ഭാഗ്യവും ഒരു ആർട്ടിസ്റ്റ്, നമ്മുടെ ഒരു ഭാഗ്യവും കൂടെ വേണം. നമുക്ക് ആരും സപ്പോർട്ട് ചെയ്യാനൊന്നും ഇല്ലല്ലോ. സർ ശരിക്കും പറഞ്ഞാൽ ഈ സപ്പോർട്ട്, ഇപ്പൊ നമ്മൾ ഒരു ആൾക്ക് കഴിവുണ്ട്, ആ കഴിവിനനുസരിച്ച് ഒരാൾ സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിവ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല. പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ എത്ര പേര് നമുക്ക് മുന്നിൽ വരും സർ? അത് വളരെ കുറവാണ് നമുക്ക്. അല്ലെങ്കിൽ ഞാൻ പറയാം, ഇപ്പം എൻ്റെ അച്ഛൻ ഒരു പ്രൊഡ്യൂസർ ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു വലിയ നടനായിരിക്കണം, അല്ലെങ്കിൽ അപ്പൊ കുറച്ചുകൂടി ഈസി ആവും വഴി. ഈസി ആയാലും അവിടെ വന്ന് നിൽക്കണമെങ്കിൽ കഴിവ് വേണം, വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷെ നമുക്ക് ആ പടി കയറാനുള്ള ഒരു നമുക്ക് ചെറിയൊരു സപ്പോർട്ട് കിട്ടും. പക്ഷെ എന്നാലും അവിടെ ചെന്ന് നമ്മൾ നിൽക്കണമെങ്കിൽ കഴിവ് തന്നെ വേണം. അല്ല, അപ്പൊ തമ്പി സാറിന്റെ കൂടെ വർക്ക് ചെയ്തതിന് ശേഷം സാറിന് അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ്? ഞാൻ കുറെ 2-3 പടങ്ങളൊക്കെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടൊക്കെ വർക്ക് ചെയ്തു. അതിനകത്ത് പാരകളില്ലേ സർ? ഉണ്ട്, ഇല്ല. അന്നത്തെ കാലത്ത് ഭയങ്കര, അന്ന് സിനിമ മാത്രമല്ലല്ലോ മാധ്യമം. പിന്നെ അന്ന് ദൂരദർശൻ കൊണ്ട്, ദൂരദർശനിൽ ഒരു 13 എപ്പിസോഡ് സീരിയലൊക്കെ കിട്ടുന്നവരൊക്കെ അന്ന് രാജാക്കന്മാരാ. അങ്ങനെ ആ ഒരു കാലഘട്ടമാണല്ലോ. സാറിന് സീരിയലിൽ താല്പര്യമില്ലായിരുന്നു ഡയറക്ട് ചെയ്യാൻ? ഇല്ല, ഞാൻ ആദ്യം ആക്ച്വലി സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്ത് കുറേ കാലം വർക്ക് ചെയ്തിട്ട് നമുക്ക് ഒരു ഈ പറയുന്ന പോലെ വേണ്ട രീതിയിലുള്ള ഒരു വരുമാനം വരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോഴാണ് യാദൃശ്യമായിട്ട് ഞാനൊരു ദൂരദർശൻ സീരിയലിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തു. 30 ദിവസം വർക്ക് ചെയ്തപ്പോൾ കറക്റ്റ് പേയ്മെന്റ്, എല്ലാം കറക്റ്റ്, ഒരു കുഴപ്പമില്ല. അതിന്റെ ഷൂട്ടിംഗ് തീർന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ അടുത്ത സീരിയലിലേക്ക് വിളിച്ചു. അപ്പോൾ ഒരു സീരിയലൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കുറെ കാലം അങ്ങനെ ഞാൻ ഈ സിനിമയിൽ നിന്ന് കുറച്ചങ്ങ് വിട്ടുപോയി. കാരണം ഈ വരുമാനം കറക്റ്റായിട്ട് ഇതിൽ വരുന്നു, കറക്റ്റ് കാര്യങ്ങൾ പോകുന്നു. അങ്ങനെ ഞാൻ സീരിയലിലേക്ക് കുറച്ചിങ്ങനെ വന്നു തുടങ്ങി. അങ്ങനെ കുറച്ച് പിന്നെ അപ്പോഴത്തേക്ക് നമ്മുടെ പ്രൈവറ്റ് ചാനലുകളൊക്കെ വന്നു. കിട്ടണമല്ലോ, ദൈവം നമ്മളെ തീരുമാനിച്ച് വെച്ചേക്കുമല്ലേ. ഇതേപോലെ രശ്മിയുടെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആസ് എൻ ബെസ്റ്റ് ആക്ട്രസ് എന്ന് നമ്മളെല്ലാവരും, ഇപ്പൊ രശ്മി എന്ന് പറയുമ്പോൾ നല്ലൊരു ആക്ട്രസ് ആണെന്ന് എല്ലാവരും, ഈച്ച് ആൻഡ് എവറി മലയാളി പറയുന്നുണ്ട്. ആ ഒരു ടേണിംഗ് പോയിന്റിൽ കിട്ടിയ ക്യാരക്ടർ ഏതാണ്? ഇല്ല, ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം എന്നേ ഞാൻ പറയുള്ളൂ. പക്ഷെ ഞങ്ങളൊക്കെ കുറെ അംഗീകരിച്ചു കേട്ടോ. എന്ത് നല്ല അതുകൊണ്ട് മാത്രം പോരാ, ബെസ്റ്റ് ഇസ് യെറ്റ് ടു കം. അതെ, നല്ലത്. ദൈവമേ, ദൈവം അനുഗ്രഹിക്കട്ടെ. ഓഫ് കോഴ്സ് ഒരു ആക്ട്രസ് എന്ന് പറയുമ്പോ എപ്പോഴും നമ്മൾ ഇനിയും വേണം. കാരണം നമ്മളിപ്പം പണ്ട് ചെയ്ത കുറെ സിനിമയൊക്കെ കാണുമ്പോൾ ഞാൻ തന്നെ വിചാരിക്കുന്നുണ്ട്, അയ്യോ ഇതെന്തോ ചെയ്തു വെച്ചിരിക്കുന്നത്, കുറച്ചുകൂടെ നന്നാക്കി ചെയ്തൂടെ എന്ന് തോന്നും. എപ്പോ തോന്നും. അപ്പൊ നമുക്ക് നമ്മളെ ഇങ്ങനെ കുറച്ച് അപ്ഗ്രേഡ് ചെയ്ത് കൊണ്ടുവരാനല്ലേ നമുക്ക് ആഗ്രഹം ഉണ്ടാവുക. രശ്മിക്ക് രണ്ടും ഭയങ്കരമായിട്ട് ചേരും. അതായത് ഒരു വില്ലത്തിയോ അല്ലെങ്കിൽ ഒരു നാത്തൂൻ പോരോ അല്ലെങ്കിൽ പാവം അല്ല, ഞാൻ എൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ട് കരുതുന്നത്, ഞാൻ ഒരു ജോണറിലും അവരെ കൊണ്ട്, ആർട്ടിസ്റ്റിനെ കൊണ്ട് അത് മാത്രമേ പറ്റൂ എന്നുള്ള സാധനത്തിലേക്ക് വന്നു പെട്ടിട്ടില്ല. ഇപ്പം അതൊരു നെഗറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും പോസിറ്റീവ് ക്യാരക്ടർ ആണെങ്കിലും ബോൾഡ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഐ ക്യാൻ ഡു എന്ന് പറയുന്ന നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ. സോ അങ്ങനെ ടൈപ്പ് കാസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. അതൊരു ബ്ലെസ്സിങ് ആയിട്ട് തോന്നുന്നു. കാരണം ഈ പറയുന്ന പോലെ വീട്ടില് അച്ഛന് എല്ലാ വെള്ളിയാഴ്ചയും ഞങ്ങളുടെ അടുത്തുള്ള തിയേറ്റർ സിനിമ മാറുവാണെങ്കിൽ അച്ഛൻ വിത്ത് ഫാമിലി ഞങ്ങളെ കൊണ്ടുപോകായിരുന്നു. സോ ആ ഒരു മാധ്യമത്തോട് നമുക്കൊരു ഇഷ്ടം ഉണ്ടായിരുന്നു. പക്ഷെ അതിലേക്ക് വന്നു ചേരുന്നോ അങ്ങനെയൊന്നും ഉണ്ടായില്ല. ഇറ്റ് ഹാപ്പൻഡ് എന്ന് ഞാൻ പറയും, ആക്സിഡന്റലി. ശരിക്കും ഇന്ന് എന്നോട് ഗ്രിൽഡ് ഫിഷ് ഒക്കെ ചോദിച്ചാൽ ഡയറ്റ് ആണോ എന്നൊക്കെ ഞാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറയുന്ന പോലെ കുറെ നാൾ ഡയറ്റ് ചെയ്യും, ആ ഡയറ്റ് മുറിയുമ്പോൾ വീണ്ടും പഴയ പോലെ ആകുമ്പോഴേക്കും വീണ്ടും ഡയറ്റ് പിടിക്കും. ഞാൻ ഡയറ്റൊന്നുമല്ല, ഒന്നുമില്ലല്ലേ. നമുക്ക് തനി നാടൻ ചോറ് മറ്റൊക്കെ കഴിക്കുള്ളൂ. പിന്നെ അല്ലാതെ ഇതൊക്കെ ഒരു വെറൈറ്റി ആകുമ്പോഴത്തേക്ക്. അപ്പൊ ഞാൻ വെച്ചു രശ്മി ഭയങ്കര ഡയറ്റ് ഒക്കെ തുടങ്ങി കാണും, അതാണ് ഗ്രിൽ ഫിഷ് ഒക്കെ. അല്ല, ഒരു 2 കൊല്ലം നല്ല ഡയറ്റ് പിടിച്ചതായിരുന്നു, പിന്നെ അത് നിർത്തി. അപ്പൊ ഇപ്പൊ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു.